നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനി ബസിന് മുകളിൽ കണ്ടെയ്നർ വീണ് ഡ്രൈവർ മരിച്ചുവെന്ന ഏറ്റവും ഖേദകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏഷ്യക്കാരനായ പ്രവാസിയാണ് ഇത്തരത്തിൽ മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം ഉമ്മുൽ ഖുവൈനിലായിരുന്നു ഈ സംഭവം നടന്നത്. മിനി ബസിനടിയിൽപ്പെട്ട കണ്ടെയ്നറുള്ളിൽ ഡ്രൈവർ ചതഞ്ഞരഞ്ഞാണ് മരിച്ചത്. പ്രാദേശിക മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപകടത്തെക്കുറിച്ച് ഉമ്മുൽ ഖുൽസു പോലീസ് ജനറൽ കമാൻഡിൽ നിന്ന് വിവരം ലഭിച്ചപ്പോൾ തന്നെ പെട്രോൾ സംഘങ്ങളെയും സിവിൽ ഡിഫൻസ്, നാഷണൽ ആംബുലൻസ് സംഘങ്ങളെയും സ്ഥലത്തേക്ക് അയച്ചതായാണ് അധികൃതർ മറുപടി നൽകിയത്. പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെയ്നർ മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഈ മിനി ബസ്സിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുരുതര പരിക്കുകൾ കാരണം അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ബസ്സിൽ മറ്റാളുകൾ ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായതെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹം ഷെയ്ഖ് ഖലീഫ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുമ്പ് UAE മുഴുവൻ ദേശീയ ദിനാഘോഷ ലഹരിയിലായിരുന്നപ്പോൾ അബുദാബിയിൽ നാടിനെ കണ്ണീരാഴ്ത്തി ഒരു വാഹനാപകടം എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. 2 കാറുകളാണ് അന്ന് കൂട്ടിയിടിച്ചത്. ഒരാൾ അന്ന് മരിക്കുകയും ചെയ്തു. 7 പേർക്കാണ് പരിക്കേറ്റത്. UAE പൗരനാണ് മരിച്ചതെന്നാണ് അബുദാബി പോലീസ് അന്ന് വ്യക്തമാക്കിയത്. ഒരു കാർ പെട്ടെന്ന് ലൈൻ തെറ്റിച്ചു പോയപ്പോൾ പിന്നാലെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാലത്തിൽ നിന്ന് തെറിച്ച് താഴേക്ക് പതിച്ചു. പിന്നാലെ വന്ന കാറിലുണ്ടായിരുന്നയാളാണ് മരിച്ചത്. ഇയാൾ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2 കാറിലുമായി ഉണ്ടായിരുന്ന 7 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അൽ മിഹ്റ, അൽ റഹ്ഫ എന്നീ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അപകടമുണ്ടായ ഉടനെ പെട്രോളിംഗ് നടത്തുന്ന പോലീസ് സംഘവും ആംബുലൻസും കുതിച്ചെത്തിയാണ് പരിക്കേറ്റവരെ അന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം കൃത്യമായി പാലിക്കണമെന്നും അപകടങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണമെന്നുമാണ് അബുദാബി പോലീസ് എക്സ്റ്റേണൽ ട്രാഫിക് പോലീസ് ഡയറക്ടറായ കേണൽ മുഹമ്മദ് അൽ ഷിഹി നിർദ്ദേശിച്ചത്. അമിത വേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം തുടങ്ങിയവ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അമിത വേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ ഇനി യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ലാൻഡ് ആൻഡ് മാരിടൈം അറിയിക്കുകയും ചെയ്തു. എന്തായാലും മിനി ബസിന് മുകളിൽ കണ്ടെയ്നർ വീണ് ഡ്രൈവർ മരിച്ചു എന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. പ്രവാസികളെ ഏറെ സങ്കടപ്പെടുന്ന വാർത്തയുമാണത്. ഏഷ്യക്കാരനായ പ്രവാസിയാണ് ഇത്തരത്തിൽ മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം ഉമ്മുൽ ഖുവൈനിലായിരുന്നു ഈ സംഭവം നടന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.